ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണ കവർച്ചയിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി പോലീസ്. മോഷ്ടിച്ച ശേഷം സംഭവം വിവാദമായതോടെ ആരെങ്കിലും ഉപേക്ഷിച്ചതാണോ എന്നതുൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. സ്ട്രോങ് റൂമിൽ നിന്ന് 40 മീറ്റർ അകലെ മണൽപ്പരപ്പിൽ പൂണ്ട നിലയിലായിരുന്നു കാണാതായ സ്വർണ്ണം. ആദ്യഘട്ടം മുതൽ ക്ഷേത്ര ജീവനക്കാരെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം. പുറത്തുനിന്നുള്ള ആരും സ്വർണമെടുക്കാൻ ഇടയില്ലെന്നത് ഉറപ്പാക്കിയാണ് അന്വേഷണം പുരോഗമിച്ചത്. ഒടുവിൽ സ്വർണം കണ്ടെത്തിയപ്പോൾ അത് കളഞ്ഞു പോയതാകാമെന്ന വിശദീകരണവുമായി പോലീസ് എത്തി. പോലീസ് സ്ട്രോങ് റൂമിൽ വെക്കുന്ന അവിടെ ഒരു വീഴ്ച അങ്ങനെ അവിടെ ഉണ്ടായിട്ടില്ല. ദാറ്റ് സ്ട്രോങ് റൂം വാസ് സേഫ്. അവിടെ വെക്കുന്ന സാധനങ്ങൾ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. ദെയർ വാസ് നോ ഫോഴ്സ്ഫുൾ എൻട്രി. Then in our investigation we could not find anything which is stolen from apart from this stick from that strong room. അതിനുശേഷം നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ സമയത്ത് we were doubtful that it was misplaced while putting inside the strong room or while taking after from the strong room from the 10th. ശ്രീകോവിലിന് മുന്നിലെ വാതിൽ സ്വർണം പൊതിയുന്നതിനായാണ് സ്വർണ്ണദണ്ഡ് പുറത്തെടുത്തത്. കാഡ്മിയം കലർന്നതിനാൽ കാഴ്ചയിൽ പിച്ചളയുടെ നിറമാണ്. അസിസ്റ്റന്റ് മുതൽപ്പടി ലോക്കറിൽ നിന്ന് പെട്ടിയിലുള്ള സ്വർണം കൊണ്ടുവരികയും എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരുടെ മുന്നിൽ വെച്ച് സ്വർണ്ണപ്പണിക്കാരന്റെ സഹായത്താൽ തൂക്കം ഉറപ്പാക്കുകയുമാണ് പതിവ് രീതി. പടിഞ്ഞാറേ നടയിലെ വാതിലിന്റെ പഴയ സ്വർണം മാറ്റി പുതിയ സ്വർണ്ണത്തകിട് ചേർക്കുന്ന ജോലി ബുധനാഴ്ചയാണ് അവസാനിച്ചത്. ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിലെ ലോക്കറിൽ പെട്ടിക്കുള്ളിൽ ഒരു സഞ്ചിയിലാണ് സ്വർണം സൂക്ഷിക്കുന്നത്. വീണ്ടും പണി ആരംഭിക്കാനിരിക്കെ ശനിയാഴ്ച രാവിലെ കണക്കെടുത്തപ്പോഴാണ് 13.5 പവൻ സ്വർണം നഷ്ടമായെന്നറിയുന്നത്. സ്വർണം നഷ്ടപ്പെട്ടുവെന്ന് കണ്ടെത്തിയ ദിവസം ലോക്കറിൽ വെച്ച് തന്നെ പെട്ടി തുറന്ന സഞ്ചിയുമായി അസിസ്റ്റന്റ് മുതൽപ്പടി വരികയായിരുന്നുവെന്നായിരുന്നു മൊഴി നൽകിയത്. സ്വർണം കൊണ്ടുവരുമ്പോൾ അസിസ്റ്റന്റ് മുതൽപ്പടിയും പോലീസ് ഗാർഡും തമ്മിൽ അകലമുണ്ടാവുകയും ചെയ്തു. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുന്നിൽ നിന്ന് തുറക്കേണ്ട പെട്ടി എന്തിന് സ്ട്രോങ് റൂമിന്റെ ഉള്ളിൽ നിന്ന് തുറന്നു? മോഷണം മുതൽ ആരെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് ക്ഷേത്ര കോമ്പൗണ്ടിലെ മണൽപ്പരപ്പിൽ ഉച്ചവരെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധന നടത്തിയത്. ഇതിനുശേഷം വൈകിട്ട് ക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം പോലീസ് യന്ത്രസഹായമില്ലാതെ നടത്തിയ തെരച്ചിലാണ് മണലിൽ പൂണ്ട നിലയിൽ സ്വർണം കണ്ടെത്തുന്നത്. മോഷണം മുതൽ കണ്ടെത്തിയതിൽ ഉത്തരങ്ങളെക്കാളേറെ ചോദ്യങ്ങളും ദുരൂഹതകളും അവശേഷിപ്പിക്കുകയാണ്. അതിനാൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.